നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ BJP ഇക്കുറി ഭരണം പിടിക്കുമെന്ന് ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോൾ സർവേകളും പ്രവചിച്ചിരുന്നതാണ്. മാത്രമല്ല, അഭിപ്രായ സർവേകളിൽ, അതായത് തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളൊക്കെ തുടങ്ങുന്ന സമയത്ത് അഭിപ്രായ സർവേകളിൽ ഉണ്ടായിരുന്നത് മമതാ ബാനർജി അവിടെ തുടർച്ചയായി 4ാം തവണയും ഭരണം നേടുമെന്ന് തന്നെയായിരുന്നു. എന്നാൽ ആദ്യ കാലഘട്ടങ്ങളിൽ വന്ന അഭിപ്രായ സർവേകളല്ല, തെരഞ്ഞെടുപ്പ് തീയതിയോട് അടുക്കുമ്പോൾ വന്ന അഭിപ്രായ സർവേകൾ, ഏറ്റവും ഒടുവിലായി വന്ന അഭിപ്രായ സർവേകളിൽ BJP അധികാരത്തിൽ വരുമെന്ന ചില സൂചനകൾ ചില അഭിപ്രായ സർവേകൾ നൽകിയിരുന്നു. എന്നാൽ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും BJPക്ക് അപ്പർ ഹാൻഡാണ് പ്രവചിച്ചത്. BJP വളരെ കൃത്യമായ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുന്നു. അതായത് ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാകുന്നു. 15 വർഷം നീണ്ടുനിന്ന തുടർച്ചയായ മമതാ ബാനർജിയുടെ ഭരണം അവസാനിപ്പിച്ച് ബംഗാൾ BJPയുടെ വികസന രാഷ്ട്രീയത്തിലേക്ക് കയറുകയാണ് എന്നാണ് BJP സംസ്ഥാന നേതൃത്വവും കേന്ദ്ര ഘടകവും ഇതിനോടകം തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ചില്ലറ വിജയമൊന്നുമല്ല പാർട്ടി അവിടെ നേടുന്നത്. അതായത് 200-നടുത്ത് സീറ്റുകൾ, 200-ഓ 200-നടുത്തോ സീറ്റുകൾ BJPക്ക് ലഭിക്കാനുണ്ട് എന്നാണ് ഇപ്പോഴും ലഭിക്കുന്ന സൂചന. വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. പലയിടങ്ങളിലും റിസൾട്ടുകൾ ഇനിയും പൂർണ്ണമാകാനുണ്ട്. ഈ സാഹചര്യത്തിൽ 200-നടുത്ത സീറ്റുകൾ 294 അംഗ നിയമസഭയിൽ ബംഗാളിൽ നേടും BJP എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ ഏതാണ്ട് 88-89 സീറ്റുകളിലേക്ക് തൃണമൂൽ കോൺഗ്രസ് ഒതുങ്ങുകയാണ്. നൂറുകണക്കിന് സീറ്റുകളുടെ നഷ്ടമാണ് ഈ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന് ഉണ്ടായത്. ഇപ്പോഴും പക്ഷേ മമതാ ബാനർജി ഈ തോൽവി അംഗീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ബംഗാളിൽ നിന്ന് വരുന്നത്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ സൃഷ്ടിക്കാൻ മമതാ ബാനർജി ശ്രമിച്ചിരുന്നു എന്ന ആരോപണമുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സേനയെ അവിടെ വിന്യസിച്ചത്. ചരിത്രത്തിലില്ലാത്ത വിധത്തിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം കേന്ദ്ര സേനാംഗങ്ങളെയാണ് പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിന്യസിച്ചത്. അതിനു മുമ്പ് ഈ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരെ അടക്കം തടഞ്ഞു വെച്ചുകൊണ്ട് നടന്ന അക്രമാസക്തമായ സമരങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയും ഈ ബംഗാളിൽ നീതിയുക്തവും സ്വതന്ത്രവുമായ തെരഞ്ഞെടുപ്പ് നടക്കണം, എല്ലായിടങ്ങളിലും കേന്ദ്രസേനയെ വളരെ കർശനമായി നിയോഗിക്കണം എന്ന് പറയുകയും ചെയ്തിരുന്നു. അതെല്ലാം കൃത്യമായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുസരിച്ചു. ബംഗാൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വലിയ രീതിയിലുള്ള കേന്ദ്രസേനയുടെ നിരീക്ഷണത്തിലായി. പിന്നീട് അവർ പലയിടങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഇല്ലാതാക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ വലിയ രീതിയിൽ അക്രമം നടത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായി 1ാം ഘട്ട വോട്ടെടുപ്പിൽ. പക്ഷേ കേന്ദ്രസേന അത് പരാജയപ്പെടുത്തുന്നു. 2ാം ഘട്ട വോട്ടെടുപ്പിൽ പക്ഷേ ചെറിയ രീതിയിലെങ്കിലും അക്രമ സംഭവങ്ങൾ വ്യാപകമാക്കാൻ തൃണമൂൽ കോൺഗ്രസിന് സാധിച്ചു. പക്ഷേ അവിടെയും ഈ കേന്ദ്രസേനയുടെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രം അട്ടിമറി നടത്താൻ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. BJPയുടെ സ്ഥാനാർത്ഥിക്ക് നേരെയും ബട്ടണിന് നേരെയുമെല്ലാം സെല്ലോ ടേപ്പ് ഒട്ടിച്ചുകൊണ്ടുള്ള ഒരു ഡയമണ്ട് ഹാർബർ ഓപ്പറേഷൻ ആ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് നടത്തി. അതായത് ഫാൾട്ട മണ്ഡലത്തിലാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറി നടന്നത്. ഇതിൻ്റെ പേരിൽ ഫാൾട്ട മണ്ഡലത്തിൽ ഇപ്പോൾ റീപോളിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 21-നായിരിക്കും റീപോളിംഗ് നടക്കുക. ഇങ്ങനെ ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിരവധി ചർച്ചകൾ നടക്കുമ്പോൾ ഇപ്പോഴും മമതാ ബാനർജി തോൽവി അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന സൂചനയാണ് വരുന്നത്. ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 1:30 അവർ ഒരു സമൂഹ മാധ്യമ വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു. അവരുടെ എക്സ് അക്കൗണ്ടിലും മറ്റും അവരുടെ സ്വന്തം വീഡിയോ ആണ്, ഒരു അഭ്യർത്ഥനയാണ് വീഡിയോ സന്ദേശമായി പോസ്റ്റ് ചെയ്തിരുന്നത്. അതിൽ കൈ തൊഴുതുകൊണ്ട് മമതാ ബാനർജി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഇത്തരത്തിൽ കൈ തൊഴുതുകൊണ്ടുള്ള ഒരു സന്ദേശം മമതാ ബാനർജി നൽകുന്നത്. അത് അണികൾക്കുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള മെസ്സേജ് ആണോ എന്നറിയില്ല. എന്തായാലും അവർ ആ കൈ തൊഴുതുകൊണ്ട് ഒരു കാര്യം പറയുന്നു. അതായത് കൗണ്ടിംഗ് സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ആരും പോകരുത്, ആദ്യ മണിക്കൂറുകളിൽ BJPക്ക് വമ്പൻ ലീഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടേക്കാം. അത് BJPയുടെ ഒരു അടവാണ്. അത് കേട്ടുകൊണ്ട് നിങ്ങൾ നിരാശരായി കൗണ്ടിംഗ് സെൻറ്റർ വിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ അട്ടിമറി നടക്കും. അതുകൊണ്ട് നമ്മൾ ഇന്ന് സൂര്യ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സംസ്ഥാനത്ത് വിജയം നേടുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തിലിരിക്കുക, അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഇരിക്കുക, തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ വിശ്വസിക്കുക. ഒരു കാരണവശാലും ഈ പോളിംഗ് പൂർണ്ണമായും പൂർത്തിയാകുന്നത് വരെ കൗണ്ടിംഗ് സെൻറ്റർ വിട്ടുപോകരുത് എന്ന് മമതാ ബാനർജി തങ്ങളുടെ പ്രവർത്തകരോടും ഏജന്റുമാരോടുമൊക്കെ അഭ്യർത്ഥിക്കുന്ന വീഡിയോ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അതായത് ഇതിൻ്റെ അർത്ഥം വ്യക്തമായ ഫലസൂചന, അതായത്
ബംഗാൾ ആരാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമുക്ക് ലഭിച്ചതാണ്. എല്ലാവർക്കും, ഏതൊരു കൊച്ചു കുഞ്ഞിന് പോലും ഇതാ ബംഗാളിൽ ഭരണമാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്ന് വോട്ടെണ്ണലിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വോട്ടെണ്ണൽ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും മമതാ ബാനർജി ഈ വോട്ടെണ്ണലിലും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിലുമൊക്കെ കൃത്രിമം ഉന്നയിക്കുകയാണ്, കൃത്രിമം ആരോപിക്കുകയാണ്, എന്തൊക്കെയോ കളികൾ ഇവിടെ നടക്കുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ പറഞ്ഞു പരത്താൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൗണ്ടിംഗ് സെൻറ്ററുകളിൽ നിന്ന് ആരും പോകരുത്, ആദ്യം BJP മുന്നിലാണ് എന്ന് കാണിക്കും, എന്നാൽ പിന്നീട് യഥാർത്ഥ ചിത്രങ്ങൾ പുറത്തു വരും എന്നൊക്കെയാണ് മമതാ ബാനർജി ഈ വീഡിയോ ദൃശ്യങ്ങളിലൂടെ പറഞ്ഞത്. എന്തായാലും അതൊന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. വലിയ രീതിയിലുള്ള പരാജയം തൃണമൂൽ കോൺഗ്രസ്സിന് ഈ സംസ്ഥാനത്ത് ആകമാനം ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു വളരെ ചെറിയ പ്രതിപക്ഷ പാർട്ടിയായി കൽക്കത്തയിൽ കഴിഞ്ഞുകൂടാമെന്നല്ലാതെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കൊണ്ട് മമതാ ബാനർജിക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കൊഴിഞ്ഞുപോക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെടുന്നു. 15 വർഷത്തിന് ശേഷമാണ് അധികാരം നഷ്ടപ്പെടുന്നത്. അതിൻ്റെ ഒരു പോരായ്മ കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷോക്കിലായിരിക്കണം ഇത്തരത്തിലുള്ള ചില പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത്. അതായത് മമതാ ബാനർജി പറയുന്നത് ഇതുവരെയും ഞങ്ങൾ തോറ്റിട്ടില്ല, വൈകുന്നേരം ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും, ഈ ദിവസത്തിൻ്റെ അവസാനം വിജയം തൃണമൂൽ കോൺഗ്രസിനോടൊപ്പമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇത് വിജയം അല്ലെങ്കിൽ പരാജയം അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് എന്ന് തന്നെ കൃത്യമായി വിലയിരുത്തേണ്ടി വരും. ഇന്നിപ്പോൾ BJP ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഫലം സൂചനകൾ അനുസരിച്ച് 200-ലധികം സീറ്റുകളിൽ വിജയിക്കുകയോ ലീഡ് നേടുകയോ ചെയ്തിട്ടുണ്ട്. ഇത് ബംഗാളിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. 2021 77 സീറ്റുകൾ നേടിക്കൊണ്ട് BJP ശ്രദ്ധേയമായ ഒരു മുന്നേറ്റം സംസ്ഥാനത്ത് കാഴ്ചവെച്ചത്. അതിനു മുമ്പ് 2016 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPയുടെ അംഗസംഖ്യ വെറും 3 മാത്രമായിരുന്നു. സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത പാർട്ടിയായിരുന്നു അന്ന് വരെ BJPയുടെ പ്രവർത്തകരും BJPയുടെ നേതാക്കന്മാരുമെല്ലാം ഭയത്തോടുകൂടി വളരെയധികം രഹസ്യമായിട്ടാണ് ബംഗാൾ പോലെയുള്ള സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ ബംഗാൾ രാഷ്ട്രീയം കയ്യിലെടുത്ത് അമ്മാനമാടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. 2016 3-ൽ നിന്ന് 2021 പാർട്ടി 77-ലേക്ക് പോകുന്നു. അവിടെ നിന്നാണ് മറ്റൊരു കുതിച്ചുചാട്ടത്തോടുകൂടി 200ഓളം സീറ്റുകൾ നേടുന്ന സ്ഥിതിയിലേക്ക് വരുന്നത്. എന്തായാലും ബംഗാൾ രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഇപ്പോൾ BJP അവിടെ ഭരണം പിടിക്കുകയാണ്. ഇതുവരെ ഉണ്ടായതുപോലെയല്ല, ആ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ, ആ സംസ്ഥാനത്ത് വികസനം കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരായിരിക്കും നിലവിൽ വരിക എന്നാണ് ഇപ്പോൾ BJP അറിയിക്കുന്നത്.